ഹായ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ചാവക്കാട് സൈഡിലേക്കാട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ചായക്കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചു. അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. നല്ല സംസാരമാട്ടോ ആൾ. അപ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയത് നമ്മുടെ ലൈറ്റ് ഹൗസിലേക്കാണ്. ചാവക്കാട് ലൈറ്റ് ഹൗസ് നമ്മുടെ ബീച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടിയും പോകണം കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയത്. എല്ലാ പ്രാവശ്യം പോകുമ്പോൾ അത് ക്ലോസ്ഡ് ആവാറ്. 2 വട്ടമൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ നേരം വഴുകും അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ അത് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ പോയപ്പോൾ അവിടെ അങ്ങനെ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല, അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഓഫീസ് അവിടെ വലത്തെ സൈഡിലാണ്. അപ്പോൾ ഞങ്ങൾ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇരിക്കാൻ സ്പേസ്, ചെറിയൊരു പാർക്കൊക്കെ പോലെ ഉണ്ട്. കണ്ട ഒരു ആനയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓഫീസിലേക്ക് പോയി. അപ്പോൾ നിസ്സാരമായ എത്രയോ പൈസയേ ഉള്ളൂ, 10 രൂപയെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ വീഡിയോ ഇടുന്ന നേരം വൈകിയത് മാത്രം. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങൾക്ക് വാതിലൊക്കെ തുറന്നു തന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു മുകളിൽ ഒരു ഡോർ കൂടിയുണ്ട്, അത് നിങ്ങൾ തുറന്നോളോ എന്ന് പറഞ്ഞു. ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. എന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക്, അതായത് ചാവക്കാട് ബീച്ചിൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ, നല്ല സ്റ്റെപ്പുകളുണ്ട്. 147 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. എല്ലാ സ്റ്റെപ്പുമ്മയൊന്നും നമ്പറില്ല, ലാസ്റ്റ് സ്റ്റെപ്പുമ്മേ നമ്പറുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറി കിതയ്ക്കുന്നുണ്ട്, എന്നാലും വേണ്ടില്ല, കയറുകയാണ്. അതാണ് മുകളിൽ നിന്നുള്ള വ്യൂ, 147ാമത്തെ. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്, ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തുറന്ന് കയറിക്കോളുമെന്ന്. അപ്പോൾ ആ വ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് വാതിൽ തുറക്കുന്നതോടുകൂടി നിങ്ങൾ കാണുന്നത്. ഇതാണ് ആ വ്യൂ. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ആ ടൈമിങ്ങിൽ അസ്തമയമായിട്ടില്ല, അതിന് കുറച്ച് മുന്നേറ്റാണ് എത്തിയത്. ഒരു 4:30 ആ ടൈമിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ഒരു സൈഡിൽ ഫുള്ള് മരങ്ങൾ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പുറ സൈഡിലാണെന്ന് വെച്ചെങ്കിൽ ഫുള്ള് കടൽ. നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ്. എന്താ പറയുക, മൊത്തത്തിൽ നമുക്ക് കടൽ കാണുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫീൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിള്ളേർ അവിടെ നിന്നിട്ട് ഞങ്ങളെ വിളിക്കുന്നത് കണ്ടത്. എനിക്ക് ചുമനെ ക്ലിയറായിട്ട് വീഡിയോ എടുക്കാം. എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്ത് സംഭവമെന്ന്, പിന്നെയാണ് മനസ്സിലായി പിള്ളേർ നമുക്ക് ടാറ്റ തരികയെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ മുകളിൽ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഞങ്ങൾ ഇറങ്ങുന്നതോട് കൂടിയിട്ട് ഒരു ഫാമിലി വന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ചാവക്കാട് ലൈറ്റ് ഹൗസ് എന്തായാലും വിസിറ്റ് ചെയ്യാം. കാരണം അങ്ങനത്തെ ഒരു മുകളിൽ നിന്നിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ നല്ല ഒരു സ്പീഡിലായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇറങ്ങുമ്പോഴായിരുന്നു സത്യത്തിൽ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് കണ്ടു, താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ഞങ്ങളതുകൊണ്ടാണ് ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് എന്തായാലും വന്നതല്ലേ, അപ്പോൾ ചാവക്കാട് ബീച്ചിലേക്കും കൂടി പോകാമെന്ന് വിചാരിച്ചു. വെറുതെ പോയി കാണാം, തിരിച്ച് പോരാ എന്നുള്ളൊരിതായിരുന്നു. അപ്പോഴാണ് ചേട്ടന് ഇതും കൂടി കയറിയാൽ കൊള്ളാമെന്ന് തോന്നിയത്. എന്തായാലും വന്നതല്ലേ, അപ്പോൾ പിന്നെ ഇതിലും കൂടി കയറാം. നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇത്. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, സേഫ്റ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അവിടെ നമ്മൾ തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 സൈഡിലും നമ്മൾ പിടിക്കാൻ പാടില്ല, നടുക്ക് കൂടെ നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം കയറുമ്പോൾ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേടി കണ്ടിട്ട് ഒരു ചേട്ടൻ ഞങ്ങളുടെ പിന്നാലെ വന്നു. പിന്നെ ഫ്രണ്ടിലും അവിടെ നമ്മളതിനെ വെയിറ്റ് ചെയ്തിട്ടൊരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കയറുമ്പോൾ അവിടെ ഒരു ഫാമിലി ഓൾറെഡി അവിടെ ഫോട്ടോ എടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചിലർക്കൊക്കെ തലവേദനിക്കും. എനിക്ക് അങ്ങനെ കറങ്ങുക വേദനിക്കണ പോലെയൊക്കെ തോന്നി. അത് ഇങ്ങനെ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ആ ടൈമിൽ അസ്തമയമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനുള്ള പോലും ആ ധൈര്യം ഉണ്ടായിരുന്നില്ല അവിടെ. അത്രയും പേടിച്ചിട്ടായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ
ഫാമിലികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവർ നല്ല ധൈര്യത്തിലായിട്ട് എടുക്കുന്നത്. എനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. അതിനപ്പുറം ഞാനൊന്നും എടുത്തില്ല. പിന്നെ കുറച്ച് ധൈര്യമുണ്ട്, പക്ഷെ ഞാൻ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ പറഞ്ഞു, അവരടക്കം അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണേ, പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അതായത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ബൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കില്ല, അതുപോലെയായിരുന്നു അവസ്ഥ. അങ്ങനെ ഞങ്ങൾ കടപ്പുറത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നടന്നു. അങ്ങനെ കുറച്ച് നേരം നടന്നു. അവിടെ ആൾക്കാർ കുറവായിരുന്നു. ഞങ്ങൾ തിങ്കളാഴ്ചയാണ് പോയത് കേട്ടോ. ഒരു തിങ്കളാഴ്ചയായിരുന്നു പോയത്. ആൾക്കാർ വളരെ കുറവാണ്. പക്ഷേ അസ്തമയത്തിൻ്റെ ടൈമാണ്. അസ്തമയമൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു ബോട്ട് വലിച്ച് വരുന്നത് കണ്ടു. ട്രാക്ടർ ബോട്ട് വലിച്ച് വരുന്നുണ്ട്. മീനൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് നല്ല ഇപ്പോൾ പിടിച്ച ഫ്രഷ് മീൻ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ആളുകൾ. അപ്പോൾ അവിടെ അങ്ങനെ മാർക്കറ്റിൽ വിൽക്കാനാണ് കേട്ടോ. അത് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ മീൻ കൊണ്ടുവരുന്ന ആ ടൈമായി. ഒരു വഞ്ചി വന്നു. എന്നിട്ട് അതിൽ മീൻ ഇറക്കിയിട്ട് അവിടേക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അതവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ ഞങ്ങളൊരു വട്ടം വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ തിരക്ക് കുറവ് പോലെ എനിക്ക് തോന്നി. അങ്ങനെ എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. തിരിച്ചിട്ട് ഞങ്ങൾ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം, അവിടേക്കാണ് പോയത്. അവിടെ പക്ഷേ എനിക്ക് അത്ര വെറുത്തായി തോന്നിയില്ല. കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ പോയി ഇരിക്കാമെന്ന് മാത്രം. കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ചിങ്ങനെ വൈബ് ചെയ്തിട്ട് ഇരിക്കാം. അല്ലാതെ നമുക്ക് സ്പെൻഡ് ചെയ്യാനൊന്നും അങ്ങനെ, അതായത് ഒന്നും അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടൊന്നുമില്ല. ഇതൊരു നല്ല അടിപൊളി പാലാട്ടോ. അത് ഉണ്ടാക്കിയത് നല്ല രസമുണ്ട്. പക്ഷെ നല്ല സ്ലിപ്പാവുമെന്നൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. സൈഡിൽ ചുറ്റും ഇങ്ങനെ വെള്ളമാണ്. അവിടെ അരയന്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ബോട്ട് സർവീസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ എക്സ്ട്രാ പൈസ അടയ്ക്കണം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിന്നില്ല കേട്ടോ, കയറിയില്ല. പിന്നെ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അരയന്നങ്ങളെയൊക്കെ ഇങ്ങനെ കണ്ടു. എന്താ സംഭവം എന്നൊക്കെ ഒന്ന് നോക്കി. അരയന്നങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറ സൈഡ് പോയി നിന്നു. ഇതിങ്ങനെ ചുറ്റിലും ഇങ്ങനെ നടക്കാൻ പറ്റും ഇവിടെ. അതാണ് അതിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇതിൻ്റെ വെള്ളത്തിന് ചുറ്റിലും നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ട്. കുറച്ചുകൂടി ഈവനിങ് ആയപ്പോൾ കുറച്ച് ഡള്ളായി ഫോട്ടോസൊക്കെ. പക്ഷേ കുറച്ച് വെയിലും അങ്ങനത്തെ ടൈമിൽ വരികയാണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് അടിപൊളിയായിരിക്കും. കാരണം അവിടെ കുറച്ച് പാർക്ക് പോലത്തെ ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അത് നല്ലതായിരിക്കും ആ പൈസയ്ക്ക്. ഇത് അരയന്നങ്ങൾ ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് അരയന്നങ്ങൾ ഇങ്ങനെ ഉറങ്ങുന്നത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനിവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് രാത്രി അവിടെ ഫുൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാകും കാണാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.